ഹലോ ഹലോ ഞാൻ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന നീലക്കൊടിവേലി എന്ന ചെടിയെ കുറിച്ചിട്ടാണ്. ഇത് തുടക്കക്കാർക്ക് വാങ്ങിച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. വളർത്താൻ വളരെ എളുപ്പമാണ്. കാര്യമായിട്ട് യാതൊരു കെയറിങ്ങും ആവശ്യമില്ല. സമ്മറിലൊക്കെ നന്നായി ഫ്ലവർ തരികയും ചെയ്യും. ഏത് കാലാവസ്ഥയിലും ഇത് പിടിച്ചു കിട്ടുകയും ചൂടെല്ലാം താങ്ങാൻ പറ്റുന്നതുമായ നല്ലൊരു പ്ലാന്റാണിത്. ഇതിന് യാതൊരു അസുഖവും തന്നെ വരാറില്ല. ഇങ്ങനെ പല ഗുണങ്ങളാണ് ഈ പ്ലാന്റ്സിനുള്ളത്. ഇത് ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. ഇതിൻ്റെ പൂക്കളുടെ ഭംഗി കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ഗാർഡനിൽ ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഇത് വളർത്താറുണ്ട്. ഇത് ചട്ടിയിൽ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. നീലക്കൊടിവേലി എന്ന ഈ പ്ലാന്റിന് 100% സൺലൈറ്റ് ആവശ്യമുള്ളതാണ്. നല്ല ചൂടുള്ള കാലാവസ്ഥയിലും ഇത് നന്നായിട്ട് വളരുകയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കണം തയ്യാറാക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടിയും ചേർത്ത മിശ്രിതം മതിയാവും ഈ പ്ലാന്റ് നടുവാനായിട്ട്. നല്ല വേനൽക്കാലത്ത് എന്നും തന്നെ വെള്ളം ഒഴിക്കണം. പറ്റുമെങ്കിൽ 2 നേരം ഒഴിച്ചാൽ അത്രയും നല്ലത്. ഞാൻ 2 നേരവും നനയ്ക്കാറുണ്ട്. നന്നായി പൂക്കുന്ന ചെടികൾക്കെല്ലാം നല്ല വെള്ളവും അത്യാവശ്യമാണ്. മഴക്കാലത്ത് ഒരുപാട് വെള്ളം വീഴുന്ന ഭാഗത്തു നിന്നും നമ്മൾ മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ ഒരുപാട് വെള്ളം വീണ് ചെടി ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. മഴക്കാലത്ത് ഇതിന് മറ്റുള്ള സമയത്തേതിലും കുറവ് പൂക്കളാണ് കണ്ടുവരാറുള്ളത്. ഇതിൻ്റെ വളപ്രയോഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കാര്യമായ യാതൊരു വളവും ഇതിന് ആവശ്യമില്ല. ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാതെ തന്നെ എന്നും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഈ പ്ലാന്റിന് 2 മാസം കൂടുമ്പോൾ ചുവടൊക്കെ ഒന്ന് ഇളക്കി ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ നന്നായി വളർന്നു വന്നോളും. കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ DAP എന്ന വളമാണ് ഇതിന് ഏറ്റവും നല്ലത്. ചെറിയ മണി പോലെ ഇരിക്കും DAP. അതിൻ്റെ 2-3 മണികൾ ചുവടൊന്നിളക്കി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാ പൂക്കുന്ന ചെടികൾക്കും ഇത് ഉപയോഗിക്കാം. പക്ഷേ ചെടിയുടെ വലിപ്പം അനുസരിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ. തണ്ടിൽ തട്ടാതെ കുറച്ച് മാറ്റി വേണം ഇട്ട് കൊടുക്കാൻ. കൂടുതൽ ഉപയോഗിച്ചാൽ ചെടി തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം DAP ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കാര്യമായ രോഗങ്ങളൊന്നും തന്നെ ഇതിന് വരാറില്ല. കീടങ്ങളും ഇതിനെ ബാധിക്കാറില്ല. എങ്കിലും ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം നീം ഓയിൽ സോപ്പ് വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാറുണ്ട്. മറ്റുള്ള ചെടികൾക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ഇതിനു കൂടി ചെയ്യാറുണ്ട്. മഴക്കാലം ഒഴിച്ച് ഒരു 6-7 മാസം നന്നായി ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് നീലക്കൊടിവേലി. തുടക്കക്കാർക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാന്റാണിത്. നിങ്ങളും ഈ പ്ലാന്റ് വാങ്ങിച്ചു വയ്ക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരുവിധം എല്ലാ നഴ്സറികളിലും തന്നെ സുലഭമായി കിട്ടുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഒരു 4 മാസം കൂടുമ്പോൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിറയെ ശിഖരങ്ങൾ വരികയും നിറയെ മുട്ടുകളും പൂവുകളും ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ പൂക്കളുടെ ഭംഗി കാരണം കൊണ്ട് ആണ് നമ്മളെല്ലാവരും തന്നെ ഇത് വാങ്ങി വളർത്തുന്നത്. ഇതിൻ്റെ പൂക്കൾക്ക് ഒരു സ്കൈ ബ്ലൂ കളറാണുള്ളത്. ഒരു 5 ഇതളുകളാണ് ഇതിനുള്ളത്. നേർത്ത ഇതളുകളാണ്, കട്ടിയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുലകുലയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിലേക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് നീലക്കൊടിവേലി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചെടികളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.